അല്ലെ പെണ്ണാകിലെ 35 വർഷങ്ങൾക്ക് മുൻപ് നഷ്ടമായ ഒരു സ്കൂൾ സൗഹൃദം ഓട്ടോഗ്രാഫ് എന്നൊരു കൂട്ടായ്മയിലൂടെ വീണ്ടെടുത്തിരിക്കുകയാണ് വെള്ളനാട് ഗവൺമെന്റ് വൊക്കേഷണൽ സ്കൂളിലെ 1988 SSLC ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥികൾ. ആയിരത്തി 1988 SSLC എഴുതി പിരിഞ്ഞവർ വീണ്ടും സൗഹൃദത്തിനായി ഒത്തുകൂടി. പൂർവ്വ വിദ്യാർത്ഥികൾ പലയിടത്തും ഒത്തുകൂടാറുണ്ടെങ്കിലും ഒരു അമച്വർ നാടകത്തിനായുള്ള ഒത്തുകൂടൽ ഇത് ആദ്യമായിട്ടാണ്. വെള്ളനാട് ഗവൺമെന്റ് ഹൈസ്കൂളിലെ 35 വർഷങ്ങൾക്ക് ശേഷം 1988 SSLC ഇറങ്ങിയ വിദ്യാർത്ഥികളുടെ ഒരു ബാച്ചാണ് ഇപ്പോൾ അവരുടെ 1ാം വാർഷികം ആഘോഷിക്കുന്നത്. ഈ വാർഷികത്തിൽ ഒരു പ്രത്യേകത എന്നുള്ളത് ആദ്യമായിട്ട് ഒരു അമച്വർ നാടകം അവതരിപ്പിക്കുന്നു എന്നുള്ളതാണ്. സ്വന്തം വീട്ടിലുള്ളവരുടെ കഴിവുകളെയും നന്മകളെയും തിരിച്ചറിയാതെ പുറത്താണ് നല്ലത് എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്ക് നൽകുന്ന ചെറിയൊരു താക്കീതും പാഠവുമായിട്ട് ഈ നാടകം ഉഴുന്നുവട. 1988 SSLC ബാച്ച് വിദ്യാർത്ഥികളാണ് വെള്ളനാട് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഓട്ടോഗ്രാഫ് എന്ന പേരിൽ ഒത്തുകൂടിയത്. ജീവിതത്തിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ നേരിടുന്ന 3 വനിതകളും ഈ നാടകത്തിൽ അഭിനയിച്ചു. ഇതൊക്കെ തന്നെയാണ് ഈ ഒത്തുകൂടൽ നാടകത്തിന്റെ മാറ്റുകൂട്ടുന്നതും. ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടാണെങ്കിലും പക്ഷെ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഞങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചല്ലോ എന്നുള്ള ആ ഒരു സന്തോഷം നിറച്ചുകൊണ്ട് ഞങ്ങൾക്ക് 1988 വെള്ളനാട് പ്രദേശത്തുണ്ടായിരുന്ന സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രിൻസിപ്പൽമാരെയും ഓട്ടോഗ്രാഫ് ആദരിച്ചു. സത്യമാണ്, ഞാന് ആ സത്യം തിരിച്ചറിയാൻ അല്പം വൈകി. ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ജിബിനുണ്ട് നമുക്കിപ്പം. ജിബിൻ, നമ്മുടെയൊക്കെ ലൈഫിൽ ഏറ്റവും സന്തോഷം നൽകിയ നിമിഷങ്ങളൊക്കെ സമ്മാനിച്ചത് നമ്മുടെ സ്കൂൾ ജീവിതം തന്നെയാണ്. നമ്മുടെ ലൈഫിൽ ഏറ്റവും സുവർണ്ണ കാലഘട്ടവും ഈ സ്കൂൾ കാലഘട്ടം ഒക്കെ തന്നെയാണ്. അപ്പോൾ ഓട്ടോഗ്രാഫ് ടീമിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? എല്ലാവരും ഹാപ്പി അല്ലേ? അടിപൊളിയല്ലേ കാര്യങ്ങളൊക്കെ? 1988 വെള്ളനാട് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് SSLC എഴുതി പിരിഞ്ഞു പോയവരാണ് ഇപ്പോൾ ഈ ഓട്ടോഗ്രാഫ് എന്ന് പറയുന്ന കൂട്ടായ്മയിലൂടെ വീണ്ടും ഒത്തുചേർന്നിരിക്കുന്നത്. നമ്മൾ ഈ മുൻപൊക്കെ പറയുന്നത് പോലെ തന്നെ കലകളാണ് പലരെയും ഒത്തുചേർക്കുന്നതെന്ന് പറയുന്ന ആ ഒരു കാര്യം തന്നെയാണ് ഈ വെള്ളനാട് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതായത് ഇവർ പണ്ട് ഈ സ്കൂളിൽ പഠിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇവരൊരു നാടകം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു നാടകത്തിന് വേണ്ടിയിട്ട്, അതായത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു നാടകം വീണ്ടും അന്നത്തെ പോലെ തന്നെ പഠിച്ച് അവതരിപ്പിച്ച് അതൊന്ന് മറ്റുള്ളവർക്ക് മുമ്പിൽ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു ഓട്ടോഗ്രാഫ് എന്ന പദ്ധതിയിലൂടെ ഇവർ വീണ്ടും ഒത്തുചേർന്നിരിക്കുന്നത്. അതായത് ഈ ക്ലാസ്മേറ്റ് സിനിമയിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ കോളേജ് കാലഘട്ടമൊക്കെ തന്നെ കഴിഞ്ഞ് സ്കൂൾ കാലഘട്ടമൊക്കെ തന്നെ കഴിഞ്ഞു പോയാലും വീണ്ടും കുറേ കാലം കഴിഞ്ഞിട്ട് നമുക്ക് ഒത്തുകൂടണം. അന്ന് പലരുമൊക്കെ വലിയ നിലയിലൊക്കെ തന്നെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു. അവരെയൊക്കെ സഹായിക്കാനും കൂടി ആയിരിക്കണം നമ്മുടെ ഒത്തുചേരൽ എന്നൊക്കെ പണ്ട് ഈ സിനിമകളിൽ പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. അതായത് ഈ ഒരു നാടകത്തിന് വേണ്ടി ഒത്തുകൂടിയപ്പോഴാണ് തങ്ങളുടെ കൂട്ടത്തിലുള്ള പലരുമൊക്കെ തന്നെ, പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ തന്നെ ജീവിതത്തിന്റെ പല പ്രാരാബ്ദങ്ങളിലും പെട്ടുപോയി അവർക്ക് ജീവിതം പോലും ആസ്വദിക്കാൻ മനസ്സ് നിറയ്ക്കുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ്.